നമസ്കാരം. ഹൈറേഞ്ച് വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. തെരഞ്ഞെടുപ്പ് പരസ്യ പ്രചരണത്തിന് പരിസമാപ്തി കുറിച്ച് കൊട്ടിക്കലാശം. LDF സ്ഥാനാർത്ഥി ജോയ്സ് ജോർജ് കട്ടപ്പനയിലും UDF സ്ഥാനാർത്ഥി ഡീൻ കുര്യാക്കോസ്, NDA സ്ഥാനാർത്ഥി സംഗീത വിശ്വനാഥൻ എന്നിവർ തൊടുപുഴയിലും കൊട്ടിക്കലാശത്തിൽ പങ്കെടുത്തു. ഇനിയുള്ള മണിക്കൂറുകളിൽ വോട്ടുറപ്പിക്കാനുള്ള നിശബ്ദ പ്രചരണത്തിൽ മുന്നണികൾ. ഇടുക്കി ലോക്സഭാ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട എല്ലാ മുന്നൊരുക്കങ്ങളും പൂർത്തിയായതായി തെരഞ്ഞെടുപ്പ് വരണാധികാരി കൂടിയായ ജില്ലാ കളക്ടർ ഷീബ ജോർജ്. 7 മണ്ഡലങ്ങളിലായി തെരഞ്ഞെടുപ്പ് നടക്കുന്നത് 1315 പോളിംഗ് സ്റ്റേഷനുകളിൽ. ഇതിനാവശ്യമായ 6312 പോളിംഗ് ഉദ്യോഗസ്ഥരെ നിയമിച്ചു. കാഞ്ചിയാർ കോഴിമല മരുതൻചുവട് ഭാഗത്ത് കാട്ടാനയിറങ്ങി കൃഷിദേഹണ്ഡങ്ങൾ നശിപ്പിച്ചതായി പരാതി. സംഭവം കഴിഞ്ഞ ദിവസം രാത്രി പീരുമേട് മേഖലയിൽ കാട്ടാന ആക്രമണം രൂക്ഷം. കട്ടപ്പന വെള്ളയാങ്കുടിയിൽ ഉദ്യോഗാർത്ഥിക്ക് ഇന്റർവ്യൂ ലെറ്റർ കൃത്യസമയത്ത് നൽകാതിരുന്ന സംഭവത്തിൽ പോസ്റ്റ് വുമണിനെതിരെ നടപടിക്ക് സാധ്യത. സംഭവത്തിൽ കട്ടപ്പന പോസ്റ്റൽ ഇൻസ്പെക്ടർ റിപ്പോർട്ട് നൽകി. ഭിന്നശേഷിക്കാരനായ യുവാവ് പോസ്റ്റ് ഓഫീസ് ജീവനക്കാരിയുടെ അനാസ്ഥ മൂലം ജോലിക്കായുള്ള അവസരം നഷ്ടപ്പെട്ടെന്നാരോപിച്ച ഒറ്റയാൾ സമരം നടത്തിയത് ചൊവ്വാഴ്ച. വിശദമായ വാർത്തകളിലേക്ക്. തെരഞ്ഞെടുപ്പ് പരസ്യ പ്രചരണത്തിന് പരിസമാപ്തി കുറിച്ച് കൊട്ടിക്കലാശം. LDF സ്ഥാനാർത്ഥി ജോയ്സ് ജോർജ് കട്ടപ്പനയിലും UDF സ്ഥാനാർത്ഥി ഡീൻ കുര്യാക്കോസ്, NDA സ്ഥാനാർത്ഥി സംഗീത വിശ്വനാഥൻ എന്നിവർ തൊടുപുഴയിലും കൊട്ടിക്കലാശത്തിൽ പങ്കെടുത്തു. ഇനിയുള്ള മണിക്കൂറുകൾ വോട്ടുറപ്പിക്കാനുള്ള നിശബ്ദ പ്രചരണത്തിലായിരിക്കും മുന്നണികൾ. LDF സ്ഥാനാർത്ഥി കട്ടപ്പനയിലും UDF സ്ഥാനാർത്ഥി ഡീൻ കുര്യാക്കോസ്, NDA സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് സംഗീത വിശ്വനാഥൻ എന്നിവർ തൊടുപുഴയിലുമാണ് കൊട്ടിക്കലാശത്തിൽ പങ്കെടുത്തത്. കട്ടപ്പന ഇടുക്കിക്കവലയിൽ നിന്നും റോഡ് ഷോയായിട്ടാണ് ജോയ്സ് ജോർജ് കട്ടപ്പന നഗരത്തിലേക്ക് എത്തിയത്. ബൈക്ക് റാലിയും പ്രവർത്തകരും റോഡ് ഷോയിൽ അണിനിരന്നു. കൊട്ടിക്കലാശത്തിന് മാറ്റുകൂട്ടാൻ നൃത്താവിഷ്കാരവും വാദ്യമേളങ്ങളും ഒരുക്കിയിരുന്നു. തെരഞ്ഞെടുപ്പിൽ വലിയ ശുഭപ്രതീക്ഷയുണ്ടെന്നും വിജയത്തിൽ കുറഞ്ഞ ഒന്നും പ്രതീക്ഷിക്കുന്നില്ലെന്നും ജോയ്സ് ജോർജ് പറഞ്ഞു. തീർച്ചയായിട്ടും 100% ശുഭപ്രതീക്ഷയാണ്, 100% വിജയപ്രതീക്ഷയാണുള്ളത്. ഈ പാർലമെന്റ് ഇലക്ഷനിൽ ഇടുക്കി പാർലമെന്റ് നിയോജക മണ്ഡലത്തിൽ നമ്മൾ ജയിക്കും, ഒരു സംശയമാണ്. UDF സ്ഥാനാർത്ഥി ഡീൻ കുര്യാക്കോസ് ഇടുക്കി നിയോജക മണ്ഡലത്തിൽ വിവിധ കേന്ദ്രങ്ങളിൽ പര്യടനം നടത്തിയ ശേഷമാണ് തൊടുപുഴയിലേക്ക് എത്തിയത്. ഉച്ചയ്ക്ക് ശേഷം കോതമംഗലത്ത് നിന്നും മൂവാറ്റുപുഴ വഴി ഡീൻ കുര്യാക്കോസ് തൊടുപുഴയിലെത്തി. തുടർന്ന് രണ്ടാം ഘട്ട റോഡ് ഷോ വെങ്ങലൂരിൽ നിന്ന് പുഴയോര ബൈപ്പാസിലൂടെ തൊടുപുഴ ഗാന്ധി സ്ക്വയറിലെത്തി കൊട്ടിക്കലാശം സമാപിച്ചു. NDA സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് സംഗീത വിശ്വനാഥന്റെ നേതൃത്വത്തിൽ NDAയുടെ പ്രകടനം തൊടുപുഴ ആനക്കൂട് ജംഗ്ഷനിലെ BJP ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നിന്നുമാണ് ആരംഭിച്ചത്. അമ്പലം ബൈപ്പാസ് റോഡ് വഴി തൊടുപുഴ പാലം കടന്ന് പ്രകടനം ഗാന്ധി സ്ക്വയറിൽ എത്തി. പാലം മുതൽ ഗാന്ധി സ്ക്വയർ വരെയുള്ള ഭാഗത്ത് NDA പ്രവർത്തകർ കൊട്ടിക്കലാശം നടത്തി. അടിമാലിയിൽ ഉടുമ്പൻചോല MLA MM മണിയുടെ നേതൃത്വത്തിലാണ് LDF പ്രവർത്തകർ കൊട്ടിക്കലാശം നടത്തിയത്. UDF, NDA പ്രവർത്തകരും അടിമാലിയിൽ കൊട്ടിക്കലാശം സംഘടിപ്പിച്ചിരുന്നു. LDFന്റെ യുവജന സംഘടനകളുടെ നേതൃത്വത്തിൽ വണ്ടിപ്പെരിയാറിലും കൊട്ടിക്കലാശം സംഘടിപ്പിച്ചു. NDAയുടെ നേതൃത്വത്തിലും വണ്ടിപ്പെരിയാറിൽ പരിപാടികൾ സംഘടിപ്പിച്ചിരുന്നു. ദേശീയപാത കടന്നുപോകുന്ന വണ്ടിപ്പെരിയാർ ടൗണിൽ ഗതാഗതം നിയന്ത്രിക്കുന്നതിനായി പോലീസ് ഏറെ പരിശ്രമിച്ചു.
UDF സ്ഥാനാർത്ഥി ഡീൻ കുര്യാക്കോസിന്റെ റോഡ് ഷോ കട്ടപ്പനയിൽ നടന്നു. നൂറുകണക്കിന് ഇരുചക്ര വാഹനങ്ങളുടെ അകമ്പടിയോടെയായിരുന്നു റോഡ് ഷോ. സാധാരണക്കാരുടെ കടുത്ത നിരാശയ്ക്ക് പരിഹാരമെന്നത് ജനകീയ സർക്കാർ അധികാരത്തിൽ എത്തുകയെന്നതാണെന്ന് ഡീൻ കുര്യാക്കോസ് പറഞ്ഞു. വിവിധ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ചപ്പാത്തിൽ നിന്നുമാണ് ഡീൻ കുര്യാക്കോസിന്റെ റോഡ് ഷോ ആരംഭിച്ചത്. വിവിധ കേന്ദ്രങ്ങളിൽ റോഡ് ഷോയ്ക്ക് സ്വീകരണം നൽകി. തുടർന്ന് ടൗൺഹാൾ പരിസരത്ത് ഒത്തുകൂടിയ മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ ഡീനിനെ സ്വീകരിച്ചു. തുടർന്ന് ഇരുചക്ര വാഹനങ്ങളുടെ അകമ്പടിയോടെ കട്ടപ്പന നഗരത്തിലെത്തി. മുഖ്യമന്ത്രി പിണറായി വിജയനോട് താൻ പരസ്യമായി ചോദിച്ച 10 ചോദ്യങ്ങൾക്ക് ഒരു ഉത്തരമെങ്കിലും ഈ തിരഞ്ഞെടുപ്പ് കഴിയും മുൻപ് അദ്ദേഹത്തിന് നൽകുവാൻ കഴിയുമോ എന്ന് ഡീൻ കുര്യാക്കോസ് ചോദിച്ചു. ഇന്ന് രാജ്യം ഭരിക്കുന്നത് പണാധിപത്യമാണ്. പണാധിപത്യത്തിനെതിരെ ജനാധിപത്യ സർക്കാർ അധികാരത്തിൽ എത്തണമെന്നും ഡീൻ കുര്യാക്കോസ് പറഞ്ഞു. ഈ നാട്ടിലെ പാവപ്പെട്ടവർ, സാധാരണക്കാർ, കർഷകർ, തൊഴിലാളികൾ, യുവാക്കൾ, സമസ്ത മേഖലയിലും പണിയെടുക്കുന്ന എല്ലാ വിഭാഗം ആളുകളുടെയും കടുത്ത നിരാശ നമുക്കെല്ലാവർക്കും അറിയാം. ഞാൻ അതിലേക്ക് ഒന്നും കടക്കുന്നില്ല. പക്ഷേ അതിനെല്ലാം ഒരു പരിഹാരം എന്ന് പറയുന്നത് 5 വർഷം കൂടുമ്പോൾ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഒരു ജനകീയ ഗവൺമെന്റ് അതിൻ്റെതായ തരത്തിൽ അധികാരത്തിൽ വരിക എന്നുള്ളതാണ് പൊതു കാഴ്ചപ്പാട്. ഇന്ന് നമ്മുടെ രാജ്യം അഭിമുഖീകരിക്കുന്ന വിവിധങ്ങളായ പ്രശ്നങ്ങൾ, നമ്മുടെ നാട്, നമ്മുടെ സംസ്ഥാനം അഭിമുഖീകരിക്കുന്ന വിവിധങ്ങളായ പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങൾക്കെല്ലാം ഒരു പരിഹാരം ഉണ്ടാകുന്നതിന് വേണ്ടി ഒരു ജനാധിപത്യ ഗവൺമെന്റ് യാഥാർത്ഥ്യമാകണം എന്നുള്ളതാണ് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം. റോഡ് ഷോയിൽ UDF ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി, മുൻ DCC പ്രസിഡന്റ് ഇബ്രാഹിം കുട്ടികലാർ തുടങ്ങി നിരവധി നേതാക്കൾ പങ്കെടുത്തു. കോതമംഗലം, മൂവാറ്റുപുഴ എന്നിവിടങ്ങളിലും റോഡ് ഷോ നടന്നു. തൊടുപുഴയിലായിരുന്നു UDF സ്ഥാനാർത്ഥിയുടെ തെരഞ്ഞെടുപ്പ് കൊട്ടിക്കലാശം. അവസാന ലാപ്പിൽ തോട്ടം മേഖലയിൽ തെരഞ്ഞെടുപ്പ് ആവേശം നിറയ്ക്കാൻ മുൻ കേന്ദ്രമന്ത്രിയെ എത്തിച്ച NDA മുന്നണി. NDA സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് സംഗീത വിശ്വനാഥിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം മൂന്നാറിൽ മുൻ കേന്ദ്രമന്ത്രി പൊൻ രാധാകൃഷ്ണനെത്തി വോട്ട് അഭ്യർത്ഥിച്ചു. മോദി സർക്കാർ വീണ്ടും അധികാരത്തിലെത്തിയാൽ ആദിവാസി മേഖലയിലും തോട്ടം മേഖലയിലും കൂടുതൽ അടിസ്ഥാന സൗകര്യ വികസനത്തിന് ഇടപെടൽ നടത്തുമെന്ന് പൊൻ രാധാകൃഷ്ണൻ പറഞ്ഞു. വോട്ടർമാർ പോളിംഗ് ബൂത്തിലേക്ക് എത്താൻ മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ തോട്ടം മേഖലയിൽ മുൻ കേന്ദ്രമന്ത്രിയെ എത്തിച്ച് തെരഞ്ഞെടുപ്പ് ആവേശം വാനോളമുയർത്തുകയാണ് NDA മുന്നണി. പോയ തെരഞ്ഞെടുപ്പുകളെ അപേക്ഷിച്ച് ഇത്തവണ മൂന്നാർ ഉൾപ്പെടെയുള്ള തോട്ടം മേഖലയിൽ നിന്നും കൂടുതൽ വോട്ട് നേടാമെന്ന പ്രതീക്ഷ NDA സ്ഥാനാർത്ഥിക്കും മുന്നണിക്കുമുണ്ട്. ഈ പ്രതീക്ഷ മുൻനിർത്തി തുടക്കം മുതൽ തോട്ടം മേഖലയിൽ NDAയുടെ പ്രവർത്തകർ പ്രചാരണം സജീവമാക്കിയിരുന്നു. ഇതിന് കൂടുതൽ ആവേശം പകർന്നാണ് NDA സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് സംഗീത വിശ്വനാഥിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം മൂന്നാറിൽ മുൻ കേന്ദ്രമന്ത്രി പൊൻ രാധാകൃഷ്ണൻ എത്തിയതും. മോദി സർക്കാർ വീണ്ടും അധികാരത്തിലെത്തിയാൽ ആദിവാസി മേഖലയിലും തോട്ടം മേഖലയിലും കൂടുതൽ അടിസ്ഥാന സൗകര്യ വികസനത്തിന് ഇടപെടൽ നടത്തുമെന്ന് പൊൻ രാധാകൃഷ്ണൻ പറഞ്ഞു. ഇതിൽ എസ്റ്റേറ്റിൽ ചില വീടുകൾ, வரிசை வீடுகள் எரிஞ்சிருக்குது. அதுக்கும் சரியான இழப்பீடு எதுவும் கொடுக்க கிடையாது. வீட்டை காலி பண்ண சொல்கிறாங்க. பிரிட்டிஷ்காரன் காலத்தில் கட்டப்பட்ட வீடுகள் வருஷம் என்னாச்சு, 70 வருஷம் ஆச்சு. இப்போ அந்த வீட்டில் உட்காந்துக்கிட்டு அவங்க கஷ்டப்பட்டு இருக்கிறாங்க. இந்த எஸ்டேட் ஓனர்கள், இந்த முதலாளிகள் சுரண்டி பிழைப்பதே தங்களுடைய வாழ்க்கையாக வைத்திருக்கின்றார்கள். கட்டாயமாக அவர்கள் இந்த வீடுகளை எல்லாம் மாற்றி புதிய வீடுகள் கட்டி கொடுக்கக்கூடிய வகையில் அவர்கள் முன்வர வேண்டும். அவர்கள் முன்வரவில்லை என்று சொன்னால் அரசாங்கம் அதை காதை பிடிச்சு திருக்கிறது போல செய்தாக வேண்டும். எந்த காரணத்தை கொண்டும் எந்த ஒரு வீடும் இடிந்து விடக்கூடிய நிலையிலோ உயிர் போகக்கூடிய வகையிலோ இருக்கக்கூடாது. இதுக்காக சங்கீதா அவர்கள் குரல் கொடுத்து கொண்டிருக்கின்றார்கள். ஒவ்வொரு எஸ்டேட்லேயும் ஒவ்வொரு ஒர்க்கர்கிட்டையும் 500 ரூபா பிடித்தம் பண்ணுறாங்க எலெக்ஷனுக்கு. எதுக்கு? தெண்டி பிழைக்கக்கூடிய ஒரு கட்சியாக மார்க்சிஸ்ட் கம்யூனிஸ்ட் கட்சி இருந்து கொண்டிருக்கின்றது. இந்த LDF கவர்மெண்ட் இருந்து கொண்டிருக்கின்றது. கொஞ்சம் கூட வெக்கம் நாணம் இல்லாத வகையில் இந்த தொழிலாளர்களை சுரண்டி பழைச்சிட்டு இருக்கிறாங்க. அவரிடமிருந்து பிடித்த அத்தனை பணங்களும் 500 ரூபாய்
திருப்பி அந்த குடும்பங்களுக்கு கொடுத்தாக வேண்டும், தொழிலாளர்களுக்கு கொடுத்தாக வேண்டும். அப்படி இல்லைன்னு சொன்னாச்சுன்னா அதை எதிர்த்து நிச்சயமாக என்டிஏ கூட்டணி சங்கீதா அவர்கள் தலைமையில் அவர் வெற்றி பெற்று வருவார். அவருடைய தலைமையில் மிகப்பெரிய போராட்டம் எல்லா தோட்ட முதலாளிகளுடைய ഇടങ്ങളിലും നடைபெறுം എന്നതും தெரிவித்துக் കൊള്ളുகிறேன். മൂന്നാർ ടൗണിൽ ഓട്ടോ ടാക്സി തൊഴിലാളികളോടും ടൗണിലെത്തിയ മറ്റാളുകളോടുമൊക്കെ മുൻ കേന്ദ്രമന്ത്രി വോട്ട് അഭ്യർത്ഥിച്ചു. സംസ്ഥാനത്തിന്റെ മറ്റിടങ്ങളിലും ഇന്ന് ബിജെപിയുടെ കേന്ദ്ര നേതാക്കൾ പ്രചരണത്തിനെത്തിയിരുന്നു. മൂന്നാറിന് പുറമെ നെടുങ്കണ്ടത്തും പൊൻ രാധാകൃഷ്ണൻ പ്രചരണത്തിനെത്തി. തമിഴ്നാട്ടിലെ കന്യാകുമാരി മണ്ഡലത്തിൽ നിന്നും ഇത്തവണ ജനവിധി തേടിയിട്ടുള്ള സ്ഥാനാർത്ഥി കൂടിയാണ് പൊൻ രാധാകൃഷ്ണൻ. ഇടുക്കി ലോക്സഭാ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട എല്ലാ മുന്നൊരുക്കങ്ങളും പൂർത്തിയായതായി തെരഞ്ഞെടുപ്പ് വരണാധികാരി കൂടിയായ ജില്ലാ കളക്ടർ ഷീബ ജോർജ്. 7 മണ്ഡലങ്ങളിലായി 1315 പോളിംഗ് സ്റ്റേഷനുകളിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഇതിനാവശ്യമായ 6312 പോളിംഗ് ഉദ്യോഗസ്ഥരെ നിയമിച്ചു കഴിഞ്ഞു. ജില്ലയിൽ 1578 കൺട്രോൾ യൂണിറ്റും ബാലറ്റ് യൂണിറ്റും 1710 വിവിപാറ്റ് യന്ത്രങ്ങളും സജ്ജമാക്കിയിട്ടുണ്ട്. ഏപ്രിൽ 25 രാവിലെ 8 മണി മുതൽ പോളിംഗ് യന്ത്രങ്ങളുടെയും മറ്റ് പോളിംഗ് സാമഗ്രികളുടെയും വിതരണം നടക്കും. ജില്ലയിൽ ക്രിട്ടിക്കൽ ബൂത്തുകളില്ല. 56 പ്രശ്നബാധിത പോളിംഗ് ബൂത്തുകളുണ്ട്. ഇവിടങ്ങളിൽ പോലീസ് ഉദ്യോഗസ്ഥരെയും 47 സുരക്ഷാ നിരീക്ഷകരെയും നിയമിച്ചിട്ടുണ്ട്. 7717 പോലീസ് ഉദ്യോഗസ്ഥരെ വോട്ടെടുപ്പ് ദിനത്തിൽ വിന്യസിച്ചിട്ടുണ്ട്. 25 CRPF ഉദ്യോഗസ്ഥരെ വോട്ടെടുപ്പ് കേന്ദ്രത്തിലും സ്ട്രോങ് റൂമുകളിലും നിയമിച്ചു. ജില്ലയിലെ എല്ലാ മദ്യവിൽപ്പനശാലകളും ഏപ്രിൽ 24 ബുധനാഴ്ച വൈകിട്ട് 6 മണി മുതൽ വോട്ടെടുപ്പ് തീരുന്ന ഏപ്രിൽ 26 വെള്ളിയാഴ്ച വൈകിട്ട് 6 മണി വരെ അടച്ചിടും. കൊട്ടിക്കലാശം പൂർത്തിയായതിനു ശേഷമുള്ള 48 മണിക്കൂർ നിശബ്ദ പ്രചരണമായിരിക്കും. 144 പ്രഖ്യാപിക്കുന്നതോടുകൂടി കൂട്ടം കൂടിയ പ്രചരണ പരിപാടികൾ അവസാനിക്കുമെന്നും ജില്ലാ കളക്ടർ പറഞ്ഞു. ഏപ്രിൽ 26 നടക്കുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ജില്ലയിലെ എല്ലാ പ്രവർത്തനങ്ങളും പൂർത്തിയായി കഴിഞ്ഞു. 1315 പോളിംഗ് സ്റ്റേഷനിലാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. ഇതിനു വേണ്ടിയിട്ടുള്ള പോളിംഗ് ഉദ്യോഗസ്ഥരെ ഇതിനോടകം തന്നെ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. റിസർവ് ഉൾപ്പെടെ 6312 പോളിംഗ് ഉദ്യോഗസ്ഥരാണ് ഈ 1315 പോളിംഗ് സ്റ്റേഷനിലായിട്ട് പ്രവർത്തനം നടത്തുന്നത്. ഇതുകൂടാതെ ജില്ലയിൽ 1578 കൺട്രോൾ യൂണിറ്റ് ബാലറ്റ് യൂണിറ്റും 1710 വിവിപാറ്റ് മെഷീനുകളും ഇതിനായി ഒരുക്കി കഴിഞ്ഞു. 25-ാം തീയതി രാവിലെ 8 മണി മുതൽ ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ വെച്ച് ഈ ബോർഡിംഗ് മെറ്റീരിയലിൻ്റെയും മെഷീൻസിൻ്റെയും ഒക്കെ ഡിസ്ട്രിബ്യൂഷൻ രാവിലെ തന്നെ നടക്കും. 8 മണിക്ക് ഡിസ്ട്രിബ്യൂഷൻ ആരംഭിക്കും. ക്രിട്ടിക്കൽ പോളിംഗ് ബൂത്തുകൾ ജില്ലയിലില്ല. എന്നാൽ സെൻസിറ്റീവ് ആയിട്ടുള്ള പോളിംഗ് ബൂത്തുകൾ 56 സെൻസിറ്റീവ് പോളിംഗ് ബൂത്തുകളുണ്ട്. ഇതിലേക്ക് പ്രത്യേകമായിട്ട് പോലീസ് ഫോഴ്സിനെയും അതോടൊപ്പം മൈക്രോ ഒബ്സർവേഴ്സിനെയും 47 മൈക്രോ ഒബ്സർവർമാരെയുമാണ് നിശ്ചയിച്ചിട്ടുള്ളത്. 752 പോളിംഗ് സ്റ്റേഷനുകളിൽ വെബ്കാസ്റ്റിംഗ് സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കുന്നതിന് ജില്ലാതലത്തിൽ 7 മണ്ഡലങ്ങളിലും കൺട്രോൾ റൂം ആരംഭിച്ചു. വോട്ടെടുപ്പ് ദിനത്തിൽ സാങ്കേതിക സംവിധാനങ്ങളുടെ കാര്യക്ഷമത ഉറപ്പുവരുത്തുന്നതിന് പ്രത്യേക കൺട്രോൾ റൂമുകളും സജ്ജമാക്കിയിട്ടുണ്ട്. മീഡിയ മോണിറ്ററിംഗ് സെൽ, പോൾ മാനേജർ, വിവിധ IT ഓപ്പറേഷനുകൾക്ക് വേണ്ടിയുള്ള കൺട്രോൾ റൂമുകൾ, വെബ്കാസ്റ്റിംഗ് കൺട്രോൾ റൂമുകൾ തുടങ്ങി വിവിധ കൺട്രോൾ റൂമുകൾ നിലവിൽ ജില്ലാതലത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. കാഞ്ചിയാർ കോഴിമല മരുതൻചുവട് ഭാഗത്ത് കാട്ടാനയിറങ്ങി കൃഷിദേഹണ്ഡങ്ങൾ നശിപ്പിച്ചതായി പരാതി. കഴിഞ്ഞ ദിവസം രാത്രി 2 മണിയോടെയാണ് മരുതൻചുവട് ഭാഗത്ത് കാട്ടാനയിറങ്ങി കൃഷികൾ നശിപ്പിച്ചത്. ആദ്യമായിട്ടാണ് ഈ പ്രദേശത്ത് കാട്ടാന എത്തുന്നത്. കോഴിമല സ്വദേശി നിരുവത്തുപറമ്പിൽ ജോണിന്റെ കൃഷിയിടത്തിലെ വിളകളാണ് കാട്ടാന നശിപ്പിച്ചത്. ഏലം, വാഴ തുടങ്ങിയ കാർഷിക വിളകൾ കാട്ടാന പൂർണ്ണമായും നശിപ്പിച്ചു. ഈ ഭാഗത്ത് ആദ്യമായിട്ടാണ് കാട്ടാന ഇറങ്ങുന്നതെന്ന് പ്രദേശവാസികൾ പറയുന്നു. പട്ടി ഭയങ്കര പട്ടിവരയായിരുന്നു. പട്ടി വരയ്ക്കുന്നതായിട്ടുണ്ട്. പട്ടിയെ വഴക്ക് പറഞ്ഞുകൊണ്ട് ഇറങ്ങിയതാണ്. അന്നേരം ആന നിന്ന സ്ഥലം ഞങ്ങൾ കാണിക്കാം. ഞങ്ങൾ ഇറങ്ങി വരുമ്പം ഇപ്പം നിൽക്കുക. വേറെ ചക്കമാട്ടിൽ അവർ കൊണ്ടുപോയിട്ടിട്ടുണ്ടായിരുന്നു. അത് തിന്നുകൊണ്ട് നിൽക്കുക. എന്നാൽ വേദിക്കകത്ത് കയറിയിട്ടില്ലായിരുന്നു. ഇത് ആദ്യമായിട്ട് വേദിക്കകത്ത് കയറുന്നത്. അപ്പുറത്ത് ഒത്തിരി കൃഷികൾ നശിപ്പിച്ചിട്ടുണ്ട്. താഴത്തെ ഭാഗത്തൊക്കെ. ഇവിടെ വന്ന് കയറിയിട്ടില്ലായിരുന്നു. മുൻപ് മഞ്ഞളുപ്പാറ ഭാഗത്ത് സ്ഥിരമായി കാട്ടാനകൾ ഇറങ്ങുകയും കൃഷിദേഹണ്ഡങ്ങൾ വ്യാപകമായി നശിപ്പിക്കുകയും ചെയ്തിരുന്നു. സംഭവം വനംവകുപ്പിനെ അറിയിച്ചിട്ടും നടപടികൾ സ്വീകരിക്കുന്നില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. കൂടാതെ ഈ ഭാഗത്ത് സ്ഥാപിച്ചിരിക്കുന്ന വൈദ്യുതി വേലികൾ പ്രവർത്തനരഹിതമായിട്ടും നാളുകൾ ഏറെയായി. ഇവ പുനഃസ്ഥാപിക്കാൻ വേണ്ട നടപടികൾ അധികൃതർ സ്വീകരിച്ചിട്ടുമില്ല. ജനവാസ മേഖലയിലേക്ക് ഇറങ്ങിയുള്ള കാട്ടാനയുടെ ആക്രമണത്തിന് പരിഹാരം കാണാൻ അധികൃതർ നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാർ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യം.
പീരുമേട് മേഖലയിൽ കാട്ടാന ആക്രമണം രൂക്ഷമാകുന്നു. ഗോത്രമേഖലയായ പ്ലാക്കത്തടത്തിലെത്തിയ കാട്ടാനക്കൂട്ടം തോട്ടാപ്പുര, കച്ചേരിക്കുന്ന സിവിൽ സ്റ്റേഷൻ, ഗസ്റ്റ് ഹൌസ്, കല്ലാർ മേഖല എന്നിവിടങ്ങളിൽ വ്യാപക കൃഷിനാശം വരുത്തി. പീരുമേട് പഞ്ചായത്തിലെ 14, 15 വാർഡുകളിൽ 2 കൊമ്പനും 1 പിടിയാനയും അടങ്ങുന്ന സംഘമാണ് ഭീഷണി സൃഷ്ടിക്കുന്നത്. കല്ലാർ മേഖലയിൽ 1 കൊമ്പനും പിടിയാനയുമാണുള്ളത്. ഒരേ സമയം 9 ആനകളെ ഇതുവരെ വിവിധ സ്ഥലങ്ങളിൽ കണ്ടിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം തോട്ടാപ്പുര കോവിലകം ഭാഗത്തെത്തിയ കാട്ടാനകളെ നാട്ടുകാരും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും ചേർന്ന് പടക്കം പൊട്ടിച്ച് ഓടിക്കുകയായിരുന്നു. ഈ ആനക്കൂട്ടമാണ് കുട്ടിക്കാനം ഉണ്ണിക്കുഴിയിൽ സുനിലിന്റെ പുരയിടത്തിലെത്തി വ്യാപക നാശം വരുത്തിയത്. വീടിന്റെ മുറ്റം വരെയെത്തിയ ആനകൾ തെങ്ങ്, പന, വാഴ എന്നിവ നശിപ്പിച്ചു. വാട്ടർ ടാങ്ക്, ഡിഷ്, കോഴിക്കൂട് എന്നിവ ചവിട്ടിമറിച്ചു. സുനിലും മാതാവും അയൽ വീട്ടിൽ അഭയം തേടിയതിനാൽ അപകടമുണ്ടായില്ല. പടക്കം പൊട്ടിച്ച് ആനകളെ വിരട്ടുന്നതിന് പകരം ശാശ്വത പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കട്ടപ്പന വെള്ളയാങ്കുടിയിൽ ഉദ്യോഗാർത്ഥിക്ക് ഇന്റർവ്യൂ ലെറ്റർ കൃത്യസമയത്ത് നൽകാതിരുന്ന സംഭവത്തിൽ പോസ്റ്റ് വുമണിനെതിരെ നടപടിക്ക് സാധ്യത. സംഭവത്തിൽ കട്ടപ്പന പോസ്റ്റൽ ഇൻസ്പെക്ടർ റിപ്പോർട്ട് നൽകി. ചൊവ്വാഴ്ചയായിരുന്നു ഭിന്നശേഷിക്കാരനായ യുവാവ് പോസ്റ്റ് ഓഫീസ് ജീവനക്കാരുടെ അനാസ്ഥ മൂലം ജോലിക്കായുള്ള അവസരം നഷ്ടപ്പെട്ടെന്നാരോപിച്ച് ഒറ്റയാൾ സമരം നടത്തിയത്. വെള്ളയാംകുടി സ്വദേശി വട്ടക്കാട്ടിൽ ലിൻഡോ തോമസ് ആണ് ജോലി നഷ്ടമാക്കിയ വെള്ളയാംകുടി പോസ്റ്റ് ഓഫീസിലെ താൽക്കാലിക ജീവനക്കാരിക്കെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട പ്രതിഷേധം സംഘടിപ്പിച്ചത്. സ്വകാര്യ എയ്ഡഡ് സ്കൂളിലെ മിനിയൽ തസ്തികയിലേക്കുള്ള ഇന്റർവ്യൂ ക്ഷണക്കത്ത് കഴിഞ്ഞ മാർച്ച് 18-നാണ് ലിൻഡോയുടെ പേരിൽ വെള്ളയാംകുടി തപാൽ ഓഫീസിലെത്തിയത്. എന്നാൽ 10 ദിവസങ്ങൾ വൈകി മാർച്ച് 28-നാണ് രജിസ്ട്രേഡ് കത്ത് ജീവനക്കാരി ലിൻഡോയ്ക്ക് കൈമാറിയത്. ഇതിനിടെ 23-ന് അഭിമുഖം കഴിയുകയും ചെയ്തു. ഇതേ തുടർന്നാണ് ഇവർക്കെതിരെ ലിൻഡോ പരാതി നൽകിയത്. യുവാവിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ കട്ടപ്പന പോസ്റ്റൽ ഇൻസ്പെക്ടർ അന്വേഷണം നടത്തി ഡിവിഷണൽ ഓഫീസിലേക്ക് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. ജീവനക്കാരിക്ക് വീഴ്ച സംഭവിച്ചതായി കണ്ടെത്തിയാൽ ഇവർക്കെതിരെ നടപടിയുണ്ടാകും. അടുത്തയിടെ ജോലിയിൽ പ്രവേശിച്ച ജീവനക്കാരി കത്തിലെ വിലാസത്തിൽ അന്വേഷിച്ചെങ്കിലും ലിൻഡോയെ കണ്ടെത്താൻ കഴിയാതെയിരുന്നതാണ് കത്ത് കൈമാറാൻ വൈകിയതിന് കാരണമായി പറയുന്നത്. എന്നാൽ വിലാസത്തിലുള്ളയാളെ കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ 7 ദിവസത്തിനുള്ളിൽ കത്ത് മടക്കി അയക്കണമെന്നാണ് നിയമം. ഇത് പാലിക്കപ്പെട്ടിട്ടില്ലെന്നും യുവാവ് പരാതിയിൽ പറയുന്നുണ്ട്. ഭിന്നശേഷിക്കാർക്കുള്ള പ്രത്യേക എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴിയാണ് മിനിയൽ ഫുൾ ടൈം തസ്തികയിലേക്കുള്ള അഭിമുഖത്തിന് ലിൻഡോയ്ക്ക് അവസരം ലഭിച്ചത്. കട്ടപ്പനയിലെ സ്വകാര്യ ജിമ്മിലുണ്ടായ സംഘർഷത്തിൽ അഭിഭാഷകന് കുത്തേറ്റു. കട്ടപ്പന കണിയാരകത്ത് ജീവൻ പ്രസാദിനാണ് പരിക്കേറ്റത്. സംഭവത്തിൽ ജിം ഉടമ പ്രമോദിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. മുൻകൂറായി നൽകിയ ഫീസ് തിരികെ നൽകുന്നതിനെ ചൊല്ലിയാണ് സംഘർഷമുണ്ടായത്. ജിമ്മിൽ വർക്കൌട്ടിനെത്തിയ അഭിഭാഷകനായ ജീവൻ പ്രസാദിനാണ് കുത്തേറ്റത്. കട്ടപ്പന പഴയ ബസ് സ്റ്റാൻഡിന് സമീപം പ്രവർത്തിക്കുന്ന ഫിറ്റ്നസ് വേൾഡ് ജിമ്മിലാണ് സംഘർഷമുണ്ടായത്. ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് വ്യായാമം ചെയ്യുന്നതിന്റെ സമയവുമായി ബന്ധപ്പെട്ട് പരിക്കേറ്റ ജീവനും ഉടമ പ്രമോദും തമ്മിൽ വാക്കുതർക്കമുണ്ടായിരുന്നു. തുടർന്ന് മുൻകൂറായി അടച്ച പണം തിരികെ ആവശ്യപ്പെട്ട് ജിമ്മിലെത്തിയപ്പോഴാണ് പ്രമോദ് ജീവനെ ആക്രമിച്ചത്. വാക്കുതർക്കത്തിനൊടുവിൽ പ്രതി കത്തിയെടുത്ത് കുത്തുകയായിരുന്നു. യുവാവിന്റെ കൈമുട്ടിന് മുകളിലാണ് കുത്തേറ്റത്. ആഴമുള്ള മുറിവായതിനാൽ ശ്വാസകോശത്തിനും പരിക്കേറ്റിട്ടുണ്ട്. സംഘർഷമുണ്ടായതിന് പിന്നാലെ അടുത്തുള്ളവർ പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു. തുടർന്ന് പോലീസ് സംഘം ജിമ്മിലെത്തി പ്രതിയെ കസ്റ്റഡിയിലെടുത്തു. കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രിയിലെ പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം ജീവനെ കോട്ടയത്തെ ആശുപത്രിയിലേക്ക് മാറ്റി. ഗ്രഹനാഥന്റെ മരണത്തിൽ ദുരൂഹത ആരോപിച്ച് സഹോദരങ്ങൾ രംഗത്ത്. പോലീസിന്റെ ഭാഗത്തു നിന്നും കാര്യക്ഷമമായ അന്വേഷണം വേണമെന്ന് ഇവർ രാജാക്കാട്ടിൽ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. കല്ലാർകുട്ടി മാങ്കടവ് ഭാഗത്ത് തെക്കുംചേരിക്കുന്നേൽ എബ്രഹാം ജോസഫിന്റെ മരണം അന്വേഷിക്കണമെന്നാണ് സഹോദരങ്ങളുടെ ആവശ്യം. കഴിഞ്ഞ ശനിയാഴ്ച രാത്രി 9:30 കല്ലാർകുട്ടി മാങ്കടവ് റോഡ് സൈഡിൽ തെക്കുംചേരിക്കുന്നേൽ എബ്രഹാം ജോസഫിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അടിമാലി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച മൃതദേഹം പരിശോധിച്ചതിൽ സംശയം തോന്നിയ ഡോക്ടറുടെ നിർദ്ദേശത്തെ തുടർന്ന് ഇടുക്കി മെഡിക്കൽ കോളേജിൽ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടത്തി. പിന്നീട് സംസ്കരിക്കുകയും ചെയ്തു. സ്വാഭാവിക മരണമെന്നാണ് വെള്ളത്തൂവൽ പോലീസ് പറഞ്ഞതെന്ന് ബന്ധുക്കൾ പറയുന്നു. എന്നാൽ കൈ ഒടിഞ്ഞിരുന്നതും തലയുടെ പിൻഭാഗത്ത് മുറിവുണ്ടായിരുന്നതുമായി കണ്ടെത്തിയിരുന്നു. കൂടാതെ ജനനേന്ദ്രിയത്തിന് ക്ഷതമുള്ളതായും ശരീരത്തെ പല ഭാഗത്തും മുറിവുകൾ ഉണ്ടായിരുന്നെന്നും ബന്ധുക്കൾ പറയുന്നു. മൃതദേഹം കിടന്ന സ്ഥലത്തെ ഒരു പുൽച്ചെടിക്ക് പോലും സ്ഥാനചലനമോ മറ്റ് അടയാളങ്ങളോ രക്തക്കറിയോ ഒന്നും കാണാനില്ലായിരുന്നതും സംശയം ജനിപ്പിക്കുന്നതാണ്. ആശുപത്രിയിലെത്തിച്ച മൃതദേഹം മോർച്ചറിയിലേക്ക് മാറ്റുമ്പോൾ മൃതദേഹത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും രക്തം ഒഴുകിയതും ദുരൂഹതയേറുന്നതായും മറ്റെവിടെയോ വെച്ച് കൊലപ്പെടുത്തിയ ശേഷം മൃതദേഹം ഇവിടെ കൊണ്ടുവന്നിട്ടതാണെന്നും സഹോദരങ്ങൾ പറയുന്നു. എൻ്റെ സഹോദരനെ കഴിഞ്ഞ 20-ാം തീയതി വൈകുന്നേരം മരിച്ച നിലയിൽ കണ്ടുപിട്ടി. അത് ദുരൂഹമായിട്ടാണ് കണ്ടുപോയത്. അടുത്ത് ആശുപത്രി കൊണ്ട് എത്തിച്ചപ്പം ആൾ മരിച്ചിരുന്നു.
അപ്പം അതിനകത്ത് മുറിവുകളും ചതവുകളും ഉണ്ട്, കൈ ഒടിഞ്ഞിട്ടുണ്ട്, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ജനേന്ദ്രിയത്തിന് ചതവ് ഏൽപ്പിച്ചിട്ടുണ്ട്. അതിന് ഒരു അന്വേഷണം ആവശ്യപ്പെട്ട് SP ഓഫീസിൽ കളക്ടർക്കും പരാതി കൊടുത്തിട്ടുണ്ട്. പക്ഷെ അവിടെ ഉണ്ടായിരുന്ന മുള്ളൊന്നും പോയിട്ടുമില്ല, ആ കമ്പയിൽ തന്നെ മുള്ളുണ്ട്. അതുപോലെ പിടുത്തം നടന്നതായിട്ടോ യാതൊരു അടയാളങ്ങളും അവിടെ ഇല്ല. അപ്പോൾ ഒരു തുള്ളി ബ്ലഡ് പോലും ആ കിടന്ന സ്ഥലത്തില്ല. അതാണ് ഞങ്ങൾക്ക് സംശയമുള്ളത്. തൊഴിലുറപ്പ് ജോലി കഴിഞ്ഞ് വൈകിട്ട് 5 മുൻപ് കൊടുത്ത കൊക്കോയുടെ പൈസ വാങ്ങാനായിട്ടാണ് എബ്രഹാം കടയിൽ പോയത്. രാത്രി 7:15 വീട്ടിലേക്ക് വിളിച്ചിരുന്നതായും ഭാര്യ പറയുന്നു. എന്നാൽ 7:45 ശേഷം ഒരു വിവരവുമില്ലെന്നാണ് ഭാര്യ പറയുന്നത്. ഇബ്രഹാമിന്റെ മരണത്തിലെ ദുരൂഹത ഒഴിവാക്കാൻ സമഗ്രവും നിഷ്പക്ഷവുമായ അന്വേഷണം ആവശ്യപ്പെട്ട ഇടുക്കി പോലീസ് മേധാവിക്കും ജില്ലാ കളക്ടർക്കും ബന്ധുക്കൾ പരാതി നൽകിയിട്ടുണ്ട്. തങ്ങൾക്ക് മറ്റാരെയും സംശയമില്ലെന്നും മരണത്തിൽ എന്തെങ്കിലും ദുരൂഹതയുണ്ടെങ്കിൽ ഇത് സംബന്ധിച്ച് സമഗ്രമായ അന്വേഷണം നടത്താൻ പോലീസ് തയ്യാറാകണമെന്നുമാണ് സഹോദരങ്ങളുടെ ആവശ്യം. കട്ടപ്പന ഗവൺമെന്റ് കോളേജിന് സമീപമുള്ള ട്രാൻസ്ഫോമറിൽ നിന്നും നിരന്തരമായി ഫ്യൂസ് ഊരിക്കടത്തുന്നുവെന്ന് പരാതി. വലിയകണ്ടം വെള്ളിയാങ്കുടി റോഡിന് സമീപത്ത് സ്ഥാപിച്ചിരിക്കുന്ന ട്രാൻസ്ഫോമറിൽ നിന്നാണ് വയോധികനായ വ്യക്തി ഫ്യൂസ് ഊരി ചാക്കിനുള്ളിലാക്കി കൊണ്ടുപോകുന്നത്. കട്ടപ്പന വലിയകണ്ടം റോഡിൽ ഗവൺമെന്റ് കോളേജിന് സമീപത്തായി നിൽക്കുന്ന KSB ട്രാൻസ്ഫോമറിൽ നിന്നാണ് നിരന്തരമായി ഫ്യൂസുകൾ നഷ്ടമാകുന്നത്. കഴിഞ്ഞ മാസം സമാന രീതിയിൽ 3 ഫ്യൂസുകൾ നഷ്ടപ്പെട്ടിരുന്നു. അന്ന് പ്രദേശവാസികൾ KSCBയിൽ വിവരമറിയിച്ചതനുസരിച്ച് CCTV ദൃശ്യങ്ങളടക്കം പരിശോധിക്കുകയും ഉദ്യോഗസ്ഥർ പോലീസിൽ പരാതി നൽകുകയും ചെയ്തു. തുടർന്നാണ് വീണ്ടും കഴിഞ്ഞ ദിവസം 2 ഫ്യൂസുകളോളം ഊരിക്കടത്തിയത്. മാനസികാസ്വാസ്ഥ്യമുള്ള ആളാണോ ഫ്യൂസുകൾ ഊരുന്നതെന്നാണ് പ്രദേശവാസികളുടെ സംശയം. നമ്മുടെ ഈ കാണുന്ന ട്രാൻസ്ഫോമറിൻ്റെ അകത്താണ് നമ്മൾ ഈ ഫ്യൂസ് ഊരിക്കൊണ്ട് പോകുന്നത്. കഴിഞ്ഞ ഒരു മാസക്കാലം മുമ്പ്, ഒരു മാസത്തിന് മുമ്പ് തന്നെ ഒരു 3 ഫ്യൂസ് ഒരു പുള്ളിക്കാരൻ വന്നിട്ട് 3 ഫ്യൂസ് ഊരിക്കൊണ്ട് പോയി. ഇതിൻ്റെ അകത്ത് കയറുകയും ഒരു ചാക്കുമായിട്ട് വന്ന് 2 ഫ്യൂസ്, അത് പറഞ്ഞാൽ ഇവിടെ നമ്മുടെ വെള്ളയംകുടിക്കുള്ള ആ സ്ഥലത്തേക്കുള്ള ഫ്യൂസാണ് പുള്ളി ഊരുന്നത്. 2 എണ്ണം ഇന്നലെ ഊരിക്കൊണ്ട് പോയിട്ട് ചാക്കിനകത്ത് ഇടുന്നു, പുള്ളി എടുത്തുകൊണ്ട് പോകുന്നു. എന്നിട്ട് ITI ജംഗ്ഷനിലേക്കാണ് പോയത്. ഇതെന്താ സംഭവം നമുക്കറിയത്തില്ല. കാരണം എന്താ വെച്ചാൽ ഇതിപ്പോൾ ഒരു മോഷണത്തിന്റെ ഒരു ഭാഗമായിട്ടാണോ അതോ അത് ഈ പുള്ളിക്ക് എന്തെങ്കിലും മാനസിക രോഗമാണോ എന്നൊന്നും നമുക്കറിയാൻ പറ്റത്തില്ല. എന്തായാലും ഇത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. CCTV ദൃശ്യങ്ങളിലടക്കം വയോധികന്റെ ചിത്രമാണ് ലഭിക്കുന്നത്. ഇയാൾ ഫ്യൂസുകൾ ഊരിയ ശേഷം ചാക്കിലിട്ട് ITI ജംഗ്ഷൻ ഭാഗത്തേക്കാണ് നടന്നു പോകുന്നത്. നിരന്തരമായി ഫ്യൂസുകൾ നഷ്ടമാകുന്നതോടെ വെള്ളയാങ്കുടിയിലേക്കടക്കമുള്ള പല മേഖലകളിലും വൈദ്യുതി മുടങ്ങുന്നതും പതിവാണ്. മുൻപും സമാന അനുഭവമുണ്ടായിട്ടും ട്രാൻസ്ഫോമറിന് ചുറ്റും സ്ഥാപിച്ചിരിക്കുന്ന സംരക്ഷണ വലയത്തിന്റെ വാതിൽ താഴിട്ട് പൂട്ടാത്തത് വീണ്ടും ഫ്യൂസ് ഊരിക്കൊണ്ടു പോകുന്നതിന് വഴിവെക്കുകയാണെന്ന് പ്രദേശവാസികൾ പരാതിപ്പെടുന്നു. KSCB ഉദ്യോഗസ്ഥരും പോലീസ് ഉദ്യോഗസ്ഥരും വിഷയം ഗൗരവമായി കണ്ട് നടപടി സ്വീകരിക്കണമെന്നാണ് ആവശ്യം. മലയോര ഹൈവേയുടെ ഭാഗമായി നിർമ്മിക്കുന്ന ഓടകളുടെ നിർമ്മാണം അശാസ്ത്രീയമെന്ന് പരാതി. വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും വലിയ തോതിൽ ഉയർന്നാണ് സ്ലാബുകളുടെ നിർമ്മാണം. ഒപ്പം കോൺക്രീറ്റ് മാലിന്യങ്ങൾ ഓടയ്ക്കുള്ളിൽ തന്നെ നിക്ഷേപിച്ചിരിക്കുകയാണെന്നാണ് വ്യാപാരികളുടെ പരാതി. കട്ടപ്പന കുട്ടിക്കാനം മലയോര ഹൈവേയുടെ നിർമ്മാണത്തിന്റെ ഭാഗമായിട്ടാണ് റോഡിന്റെ വശങ്ങളിൽ ഓട നിർമ്മിക്കുന്നത്. ഫുട്പാത്തോടുകൂടിയ ഓടയാണ് ടൗൺ ഭാഗങ്ങളിൽ കൂടുതലായും നിർമ്മിച്ചിരിക്കുന്നത്. വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും വലിയ തോതിൽ ഉയർത്തിയാണ് സ്ലാബുകളുടെ നിർമ്മാണം നടക്കുന്നതെന്നാണ് പരാതി. വർക്ക്ഷോപ്പ് അടക്കമുള്ള സ്ഥാപനങ്ങൾക്ക് ഇത് വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. കൂടാതെ കോൺക്രീറ്റ് മാലിന്യങ്ങൾ ഓടയ്ക്കുള്ളിൽ നിക്ഷേപിക്കുന്നതായും പരാതിയുണ്ട്. അതിനു മുകളിൽ ഇപ്പോൾ സ്ലാബ് വാർക്കലും ആരംഭിച്ചു കഴിഞ്ഞു. ഇതോടെ ഓട നിർമ്മാണം പൂർത്തിയായാലും കോൺക്രീറ്റ് മാലിന്യങ്ങൾ ഓടയ്ക്കുള്ളിൽ തന്നെ കിടക്കുന്ന സ്ഥിതിയുണ്ടാകും. ഡ്രെയിനേജ് ഉണ്ടാക്കിയേക്കുന്നതെല്ലാം പെർഫെക്റ്റ് ആയിട്ടല്ല. കാരണം ഒന്നാമത്തെ ഓടയ്ക്ക് അകത്തുള്ള ഡ്രെയിനേജിനകത്തുള്ളതൊന്നും അവർ ക്ലീൻ ചെയ്തിട്ടില്ല. പഴയ വേസ്റ്റൊക്കെ കിടക്കുക, അതൊന്നും ക്ലീൻ ചെയ്യാതെ അതിന് മേളിൽ കോൺക്രീറ്റ് സ്ലാബ് ഫിക്സ് ചെയ്ത് ഉണ്ടാക്കുക. അപ്പോൾ ഇനി അത് ക്ലീൻ ചെയ്യാനോ അല്ലെങ്കിൽ ഇറങ്ങി ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടാണ്. മൊത്തത്തിൽ അത് പെർഫെക്റ്റ് ആയിട്ടല്ല ചെയ്യുന്നത്. പിന്നെ അത് കൂടാതെ നമുക്ക് റോഡിൽ നിന്നുള്ള നമ്മുടെ കടകളിലേക്കുള്ള ആക്സസ് കയറിയുള്ള വഴിയെല്ലാം അടച്ച് കണ്ടമാനം പൊക്കിയിട്ടാണ് ഉണ്ടാകുന്നത്. അത് വ്യാപാരികൾക്കെല്ലാം ഇപ്പം നമ്മളിപ്പോൾ ടയറിൻ്റെ പണിയാണ്. അപ്പോൾ കൊണ്ടൊന്നും വണ്ടി കയറാനോ അല്ലെങ്കിൽ കയറ്റി ചെയ്യാനോ ഒന്നും ഒരു ഇതില്ല. അപ്പോൾ അതൊന്ന് കറക്റ്റ് ചെയ്യണം. നിർമ്മിക്കുന്നത് ഭംഗിയായിട്ട് എല്ലാ കടകളും അപ്പുറത്തേക്കൊക്കെ മാറിയിട്ട് എല്ലാ കടകളിലേക്കും കയറാൻ പാകത്തിന് ഈസി ആയിട്ട് താത്തി ഉണ്ടാക്കിയാണ്. ഇവിടെ വന്നപ്പോൾ കണ്ടമാനം പൊക്കി ചെയ്യും. ഓടലേക്ക് വെള്ളം കയറില്ല, ഡ്രെയിനേജിലേക്ക് വെള്ളം പോകത്തില്ല. അറിഞ്ഞത് ഡ്രെയിനേജിലേക്ക് വെള്ളം പോകാതെ ഒത്തിരി മാത്രം പൊക്കി വെച്ചേക്കണം. മഴക്കാലമാകുന്നതോടെ ഓടയ്ക്കുള്ളിലൂടെ വെള്ളം ഒഴുകിപ്പോകാൻ സാധിക്കാതെ വരും. അതോടൊപ്പം കെട്ടിക്കിടക്കുന്ന വെള്ളവും റോഡിലൂടെ ഒഴുകിയെത്തുന്ന മഴവെള്ളവും വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് ഒലിച്ചിറങ്ങുമെന്നാണ് വ്യാപാരികളുടെ ആശങ്ക. നിരവധി തവണ പരാതി അറിയിച്ചിട്ടും മലയോര ഹൈവേ നിർമ്മാണ കരാറുകാർ വേണ്ടത്ര ഗൗരവം കാണിക്കുന്നില്ലെന്നും ആക്ഷേപമുണ്ട്.
അയ്യപ്പൻകോവിൽ ഹരിതീർത്ഥപുരം മേരികുളം ബൈപ്പാസ് റോഡിന്റെ കോൺക്രീറ്റ് ഇടിഞ്ഞ് അപകടാവസ്ഥയിലായിട്ട് നടപടി സ്വീകരിക്കുന്നില്ലെന്ന ആക്ഷേപം. നിരവധി തവണ പഞ്ചായത്തിൽ അറിയിച്ചിട്ട് അറ്റകുറ്റപ്പണികൾ നടത്തി ഗതാഗതം സുഗമമാക്കാനുള്ള നടപടികൾ അധികൃതർ സ്വീകരിക്കുന്നില്ലെന്നാണ് ആക്ഷേപം. അയ്യപ്പൻകോവിൽ ഹരിതീർത്ഥപുരം മേരികുളം ബൈപ്പാസ് കോൺക്രീറ്റ് റോഡ് കടന്നുപോകുന്ന ഇടഭാഗത്തായിട്ടാണ് കോൺക്രീറ്റ് ഇടിഞ്ഞ് താണിരിക്കുന്നത്. ഹരിതീർത്ഥപുരം മഹാവിഷ്ണു ക്ഷേത്രത്തിന് സമീപത്തായിട്ടാണ് കോൺക്രീറ്റ് റോഡിന്റെ ഒരു ഭാഗം തകർന്നിരിക്കുന്നത്. കഴിഞ്ഞ മഴക്കാലത്ത് തോട്ടിലൂടെ ഒഴുകിയ വെള്ളം കൽക്കെട്ടിനുള്ളിലേക്ക് കയറി താഴ്ഭാഗത്തെ മണ്ണ് ഒലിച്ചുപോയതാണ് കോൺക്രീറ്റ് ഇടിഞ്ഞ് ഗർത്തം രൂപപ്പെടാൻ കാരണം. ഇതിനു മുൻപ് ഇവിടുത്തെ നാട്ടുകാരുടെ നേതൃത്വത്തിൽ മണ്ണിട്ട് നികത്തുകയും താൽക്കാലികമായി ഗതാഗത സംവിധാനം ഒരുക്കുകയും ചെയ്തിരുന്നു. എന്നാൽ വീണ്ടും കോൺക്രീറ്റ് അപകടാവസ്ഥയിലായിരിക്കുകയാണ്. നിരവധി സ്കൂൾ കുട്ടികളും നൂറുകണക്കിന് ആളുകളും കടന്നുപോകുന്ന റോഡിന്റെ അപകടാവസ്ഥ പരിഹരിക്കാൻ അധികൃതർ തയ്യാറാകുന്നില്ലെന്നാണ് ആരോപണം. കിഴക്കേമാട്ടുകെട്ട മേരുകുളം ഹരിതീർത്ഥപുരം വഴി പോകുന്ന റോഡ് നിരവധിയായ കുട്ടികൾ സഞ്ചരിക്കുന്ന റോഡാണ്. സ്കൂൾ തുറന്നു കഴിഞ്ഞാൽ ഇതുവഴിയാണ് ഏറ്റവും കൂടുതൽ കുട്ടികൾ സ്കൂളിലേക്ക് പോകുന്നത്. ഇത് നേരത്തെ ഒന്ന് ഇടിഞ്ഞ് താഴുകയും അവിടെ ഞങ്ങൾ മക്ക കൊണ്ടുവന്നിട്ട് അത് കുത്തി നിറച്ച് എല്ലാം റെഡിയാക്കി വീണ്ടും ആ ഭാഗം ഇടിഞ്ഞ് താന്ന് വണ്ടിയൊന്നും പോകാത്തൊരവസ്ഥയിലാണ്. അടിയന്തരമായിട്ട് പഞ്ചായത്ത് ഇടപെട്ടുകൊണ്ട് ഇത് പൊളിച്ചിട്ട് നല്ലൊരു മക്കിട്ട് നിറച്ച് കോൺക്രീറ്റ് ചെയ്യുന്ന ഒരു സംവിധാനം ഉണ്ടാവണം. റോഡിന്റെ ഒരു ഭാഗം തകർന്ന നിലയിലായതിനാൽ ഓട്ടോറിക്ഷ പോലെയുള്ള മറ്റു വലിയ വാഹനങ്ങൾ ഇതുവഴി കടന്നുപോകുന്നത് അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നു. ഏത് നിമിഷവും തകരാകുന്ന ഭാഗം പൊളിച്ചു മാറ്റി അപകടാവസ്ഥ പരിഹരിക്കണമെന്നാണ് ആവശ്യം. വണ്ടിപ്പെരിയാർ 62-ാം മൈൽ ചെറുകാവ് ഭഗവതി ക്ഷേത്രത്തിൽ ചിത്രാ പൗർണമി മഹോത്സവവും മഹാപൊങ്കാലയും നടന്നു. ചരിത്രപ്രസിദ്ധമായ മംഗളാദേവി കണ്ണകി ക്ഷേത്രത്തിലെ ഉത്സവത്തോടൊപ്പമാണ് കാലങ്ങളായി ഇവിടെ ചിത്രാ പൗർണമി മഹോത്സവം ആഘോഷിക്കുന്നത്. പുലർച്ചെ 5 മണിക്ക് പള്ളി ഉണർത്തലിന് ശേഷം നടതുറപ്പ്, നിർമാല്യ ദർശനം, ഉഷപൂജ എന്നിവയ്ക്ക് ശേഷം രാവിലെ 8 മണിയോടുകൂടി വണ്ടിപ്പെരിയാർ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നിന്നും കുംഭകുട ഘോഷയാത്ര ക്ഷേത്രാങ്കണത്തിൽ എത്തിച്ചേർന്നു. ഇതിനുശേഷം 10 മണിയോടുകൂടി ക്ഷേത്രാങ്കണത്തിൽ ദേവിക്ക് മഹാപൊങ്കാല സമർപ്പണം നടന്നു. പതിനൊന്ന് 30 ഉച്ചപൂജയ്ക്ക് ശേഷം കുംഭകുട അഭിഷേകവും പൊങ്കാല സമർപ്പണവും നടന്നു. 12 മണിയോടുകൂടി ചിത്രാ പൗർണമി ദിന പ്രത്യേക മഹാ അന്നദാനവും ഭക്തർക്കായി ക്ഷേത്രാങ്കണത്തിൽ ഒരുക്കിയിരുന്നു. രാത്രി 7:30 കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. ബുധനാഴ്ച രാവിലെ ഭക്തർ ദേവി സമർപ്പണത്തിനായി എത്തിച്ച മുളപാരി നിമജ്ജനം ചെയ്തതോടുകൂടി ഉത്സവ ആഘോഷ പരിപാടികൾക്ക് സമാപനമായി. വണ്ടിപ്പെരിയാർ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്ര മേൽശാന്തി ജയശങ്കർ പി നമ്പൂതിരിയുടെയും കെ ഗിരീഷ് ജി മോഹനൻ എന്നിവരുടെയും സഹകാർമ്മികത്വത്തിലാണ് ചിത്രാ പൗർണമി മഹോത്സവം നടന്നത്. ക്ഷേത്രം പ്രസിഡന്റ് ശശിധരൻ, വൈസ് പ്രസിഡന്റുമാരായ സി മണി, സുരേഷ്, സെക്രട്ടറി രതീഷ് ബാലൻ, ജോയിന്റ് സെക്രട്ടറിമാരായ ബിനു, കെ അജിത് തുടങ്ങിയവർ ഉത്സവ പരിപാടികൾക്ക് നേതൃത്വം നൽകി. അയ്യപ്പൻകോവിൽ ചേമ്പളത്ത് നാടൻ കോഴി ഫാം കൃഷി ആരംഭിച്ചു. കുടുംബശ്രീയുടെ ധനസഹായത്തോടെയാണ് ഫാം ആരംഭിച്ചത്. ആദ്യഘട്ടമായി 20ഓളം കോഴികളെയാണ് ഇവിടെ നിക്ഷേപിച്ചിരിക്കുന്നത്. അയ്യപ്പൻകോവിൽ ചേമ്പളം സ്വദേശി ഇലവുങ്കൽ രവിയുടെ ഉടമസ്ഥതയിലാണ് ഫാം കൃഷി ആരംഭിച്ചത്. കുടുംബശ്രീ വഴി സ്ത്രീകൾക്കുള്ള ST ധനസഹായ ഫണ്ട് ഉപയോഗിച്ചാണ് കൃഷി ആരംഭിച്ചത്. കുടുംബശ്രീയുടെ ധനസഹായത്തോടുകൂടി നമ്മൾ കൂട് നിർമ്മിക്കുകയും കുടുംബശ്രീയുടെ ഔദ്യോഗിക തന്നെ ഇന്നലെ കോഴിക്കുഞ്ഞുങ്ങളെ നിക്ഷേപിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് തുടർന്ന് ഈ പ്രോജക്റ്റ് ഇപ്പം 20 കോഴിക്കുഞ്ഞുങ്ങളാണ്. ഗിരിരാജൻ്റെ 20 കോഴിക്കുഞ്ഞുങ്ങൾ നമ്മൾ നിക്ഷേപിച്ചിട്ടുണ്ട്. അത് വളർച്ച എത്തിക്കഴിയുമ്പോൾ വിജയമാണെന്ന് കണ്ടു കഴിഞ്ഞാൽ അതിനേക്കാളും വിപുലീകരിക്കാനുള്ള എല്ലാ നടപടിക്രമങ്ങളും നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഈ കോഴിക്കുഞ്ഞുങ്ങൾ വിതരണം തന്നിരിക്കുന്ന ആൾക്കാർ പറഞ്ഞിരിക്കുന്നത് 3 മാസം കൊണ്ട് 6 കിലോളം വളരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇത് വളർച്ച വരും പറയുന്നത് ഈ 6 മാസം കൊണ്ട് നല്ല പൂർണ്ണ വളർച്ചയെത്തി ഒരു 6-6.5 കിലോളം വളർച്ചയെത്തും. അപ്പം നല്ല വിപണന സാധ്യത ഉള്ളതാണെന്നും വളർത്തിയ കർഷകർ നമ്മളെ അറിയിക്കുകയുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഗിരിരാജനെ ഇവിടെ വളർത്താൻ തീരുമാനിച്ചത്. ആദ്യഘട്ടമായി 20ഓളം നാടൻ കോഴിക്കുഞ്ഞുങ്ങളെയാണ് ഫാമിൽ നിക്ഷേപിച്ചിരിക്കുന്നത്. 3 മാസം കൊണ്ട് 6 കിലോയോളം വലിപ്പം വയ്ക്കുന്ന കോഴികളാണിവ. കോഴിക്കൂടിന് വേണ്ടി 18,000 രൂപയാണ് അയ്യപ്പൻകോവിൽ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ നൽകിയത്. ഇത്തരത്തിൽ ആട് കൃഷി, കോഴിക്കൂട് നിർമ്മാണം, അച്ചാർ നിർമ്മാണം തുടങ്ങി പഞ്ചായത്തിലെ ST വിഭാഗത്തിലെ സ്ത്രീകളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടെ വിവിധ പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ട്. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച
നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. മത്സ്യകൃഷിയിൽ വിജയം കൈവരിച്ച അടിമാലി 10 മൈൽ ദേവിയാർ കോളനി സ്വദേശി അബ്ദുൾ ജബ്ബാർ 60 സെന്റോളം സ്ഥലത്തായിരുന്നു അബ്ദുൾ ജബ്ബാർ മത്സ്യകൃഷി ഇറക്കിയിരുന്നത്. ആദ്യ ദിവസത്തെ വിളവെടുപ്പിൽ 800 കിലോയോളം മീൻ ലഭിച്ചു. മത്സ്യം വാങ്ങാനും ആളുകൾ ഏറെ എത്തി. 60 സെന്റോളം വരുന്ന സ്ഥലത്ത് 3000-ഓളം മീൻകുഞ്ഞുങ്ങളെ അബ്ദുൾ ജബ്ബാർ പരിപാലിച്ചു പോന്നിരുന്നു. മീൻകുഞ്ഞുങ്ങളുടെ വളർച്ചയെത്തിയതോടെ അബ്ദുൾ ജബ്ബാർ വിളവെടുപ്പ് നടത്തി. ആദ്യ ദിവസത്തെ വിളവെടുപ്പിൽ 800 കിലോയോളം മീൻ ലഭിച്ചു. മത്സ്യം വാങ്ങാനും ധാരാളം ആളുകൾ എത്തി. ഇപ്രാവശ്യം വേനൽ ഇച്ചിരി കടുത്തത് കൊണ്ട് കുറച്ച് മീനൊക്കെ ചത്തുപോയെങ്കിൽ പോലും നല്ല ഈൽഡാണ് നമുക്ക് കിട്ടിയത്. 10 കിലോ വരെയുള്ള മീനുകൾ കിട്ടി. ഏറ്റവും കൂടുതൽ ഗ്രാസ് കാർപ്പ്, കട്ടള, രോഹു, അതുപോലെ തന്നെ സിലോപ്പി, കൊഞ്ച്, ഈ മീനുകളെല്ലാം തന്നെ ഉണ്ടായിരുന്നു. 10 കിലോ വരെ തൂക്കം വരുന്ന മീനുകൾ വിളവെടുപ്പിൽ ലഭിച്ചു. ഗ്രാസ് കാർപ്പ്, കട്ല, ആസാം വാള, കൊഞ്ച് തുടങ്ങി വിവിധ ഇനം മത്സ്യങ്ങളെയായിരുന്നു അബ്ദുൾ ജബ്ബാർ കൃഷിക്കായി നിക്ഷേപിച്ചിരുന്നത്. കിലോ 1-ന് 200 രൂപയ്ക്കാണ് മത്സ്യ വിൽപ്പന നടത്തിയത്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. ഇനി കമ്പോള വില നിലവാരം. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. നെടുങ്കണ്ടം ഹെഡർ സിസ്റ്റംസ് ഏലക്കാലയിലെ വിവരം. ആകലോട്ട 212, വിൽപ്പനയ്ക്ക് വന്നത് 55,117, വിൽപ്പന നടന്നത് 52,257. കൂടിയ വില 3009, ശരാശരി വില 1925. കട്ടപ്പന കമ്പോളം. കുരുമുളക് കിലോഗ്രാമിന് 575 രൂപ, ഏലം കൂടിയ വില 1900, ഏലം ശരാശരി വില 1400. കാപ്പിപ്പരിപ്പ് 330, ഗ്രാമ്പു 925, കൊക്കോ 240, റബ്ബർ 180. സ്വർണം വെള്ളി വിപണി. സ്വർണം ഗ്രാമിന് 6660 രൂപ, വെള്ളി 86. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. തെരഞ്ഞെടുപ്പ് പരസ്യ പ്രചരണത്തിന് പരിസമാപ്തി കുറിച്ച് കൊട്ടിക്കലാശം. LDF സ്ഥാനാർത്ഥി ജോയ്സ് ജോർജ് കട്ടപ്പനയിലും UDF സ്ഥാനാർത്ഥി ഡീൻ കുര്യാക്കോസ്, NDA സ്ഥാനാർത്ഥി സംഗീത വിശ്വനാഥൻ എന്നിവർ തൊടുപുഴയിലും കൊട്ടിക്കലാശത്തിൽ പങ്കെടുത്തു. ഇനിയുള്ള മണിക്കൂറുകളിൽ വോട്ടുറപ്പിക്കാനുള്ള നിശബ്ദ പ്രചരണത്തിൽ മുന്നണികൾ. ഇടുക്കി ലോക്സഭാ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട എല്ലാ മുന്നൊരുക്കങ്ങളും പൂർത്തിയായതായി തെരഞ്ഞെടുപ്പ് വരണാധികാരി കൂടിയായ ജില്ലാ കളക്ടർ ഷീബ ജോർജ്. 7 മണ്ഡലങ്ങളിലായി തെരഞ്ഞെടുപ്പ് നടക്കുന്നത് 1315 പോളിംഗ് സ്റ്റേഷനുകളിൽ. ഇതിനാവശ്യമായ 6312 പോളിംഗ് ഉദ്യോഗസ്ഥരെ നിയമിച്ചു. കാഞ്ചിയാർ കോഴിമല മരുതൻചുവട് ഭാഗത്ത് കാട്ടാനയിറങ്ങി കൃഷിദേഹണ്ഡങ്ങൾ നശിപ്പിച്ചതായി പരാതി. സംഭവം കഴിഞ്ഞ ദിവസം രാത്രി പീരുമേട് മേഖലയിൽ കാട്ടാന ആക്രമണം രൂക്ഷം. കട്ടപ്പന വെള്ളയാങ്കുടിയിൽ ഉദ്യോഗാർത്ഥിക്ക് ഇന്റർവ്യൂ ലെറ്റർ കൃത്യസമയത്ത് നൽകാതിരുന്ന സംഭവത്തിൽ പോസ്റ്റ് വുമണിനെതിരെ നടപടിക്ക് സാധ്യത. സംഭവത്തിൽ കട്ടപ്പന പോസ്റ്റൽ ഇൻസ്പെക്ടർ റിപ്പോർട്ട് നൽകി. ഭിന്നശേഷിക്കാരനായ യുവാവ് പോസ്റ്റ് ഓഫീസ് ജീവനക്കാരിയുടെ അനാസ്ഥ മൂലം ജോലിക്കായുള്ള അവസരം നഷ്ടപ്പെട്ടെന്നാരോപിച്ച് ഒറ്റയാൾ സമരം നടത്തിയത് ചൊവ്വാഴ്ച. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിനോട് പൂർണ്ണമാകുന്നു. നമസ്കാരം.